ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചന പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ പ്രഭാതവന്ദനം. പ്രിയമുള്ളവരെ, മനുഷ്യനെക്കുറിച്ച് ദൈവത്തിന് എല്ലാ കാര്യങ്ങളും നമ്മൾ പലപ്പോഴും ഒളിഞ്ഞിരിക്കാൻ, അല്ലെങ്കിൽ ഇതൊക്കെ ആരറിയാനാണ്, ഞാൻ ചെയ്യുന്നതും ഞാൻ സംസാരിക്കുന്നതും ഞാൻ പ്രവർത്തിക്കുന്നതൊക്കെ പലരും അറിയുന്നൊന്നുമില്ല എന്ന് നമ്മൾ സന്തോഷിച്ചാൽ കുഴപ്പമില്ല എന്ന് ചിന്തിച്ച് ആരും അറിയാത്തതുകൊണ്ട് ഒരു ഹാപ്പിനെസ് നമുക്കുണ്ട്, ഒരു ഭയമില്ലാത്ത ജീവിതം. പക്ഷേ ദൈവം സങ്കീർത്തനക്കാരനോട് നമ്മോട് പറയുകയാണ്, 12-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം പറയുകയാണ്, കർത്താവ് സകല ഭിന്ന അധരങ്ങളെയും വൻപ് പറയുന്ന നാവുകളെയും നശിപ്പിച്ചു കളയും. കർത്താവ് പറയുകയാണ് സകല ഭിന്ന അധരങ്ങളെയും. അതിൻ്റെ 2-ാം വാക്യം പറയുന്ന അതിനെ കുറച്ചും കൂടി അർത്ഥമാണ്. 12:2 പറയുകയാണ്, മനുഷ്യർ വ്യർത്ഥ കാര്യം സംസാരിക്കുന്നു, ഓരോരുവൻ താൻ്റെ സഹിയോട് ഭിന്ന അധരങ്ങളാലും ഇരു മനസ്സോടും സംസാരിക്കുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ ഭിന്ന അധരങ്ങൾ, അഭിപ്രായത്തിൽ ഭിന്നത പറയുന്ന സംസാരം, അതുപോലെ തന്നെ ഇരു മനസ്സോടെ നീ സംസാരിക്കുന്നെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ നാവുകളെ നശിപ്പിച്ചു കളയുന്ന പ്രിയമുള്ളവരെ ദൈവം പറയും. അതുകൊണ്ട് സഹിമാരോട് എന്ന് വെച്ചാൽ കുടുംബത്തിൽ ഭിന്ന അധരങ്ങൾ ഉണ്ടാവരുത്. ഇരു മനസ്സോടെ, നമ്മളെ കാണുമ്പോൾ ഒരു മനസ്സും നമ്മളില്ലാത്തപ്പോൾ വേറെ മനസ്സ്. ഇരു മനസ്സിൻ്റെ പ്രത്യേകത അതാണ്. ഒരു കാര്യം തന്നെ രണ്ട് രീതിയിൽ സംസാരിക്കുന്ന ഭിന്ന അധരങ്ങളോട് കൂടിയ വ്യക്തിയാണോ, അതുകൊണ്ട് അത് മാറി ഒരു തീരുമാനം, ഒരു കാര്യത്തിനോട് ഒറ്റ തീരുമാനമായി മാറും. അതാണ് യേശുക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത. അതാണ്. അത് എനിക്കും നിങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഈ പ്രഭാതത്തിൽ സാധ്യമാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ